അസ്സലാമലൈക്കും. ഷഅബാൻ മാസം ആഗതമായല്ലോ. സ്വലാത്തിൻ്റെ മാസമാണ് നമ്മളിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. ഷഅബാൻ മാസത്തിൻ്റെ 1 മുതൽ 30 വരെയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷഅബാൻ മാസത്തിൻ്റെ 1-ാം ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷഅബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ നാഥ, ആമീൻ. ഷഅബാൻ മാസം ഒരുപാട് പ്രത്യേകത ഉള്ള മാസമാണ്. ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമായിരുന്നല്ലോ റജബ്. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ഷഅബാൻ മാസം. നമ്മുടെ റമളാൻ മാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ഷഅബാൻ മാസത്തിൽ നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കണം. മറ്റുള്ളവരോട് വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ ഇതെല്ലാം മാറ്റി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഉന്നതി കിട്ടാനും ഒരുപാട് ശ്രേഷ്ഠത കിട്ടാനും ഒരുപാട് ഗുണം കിട്ടാനും ഒരുപാട് ഇണക്കം കിട്ടാനും അള്ളാഹുവിൻ്റെ നൂറാകുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ വരാനും ഒരുപാട് പരിശ്രമിക്കേണ്ട മാസമാണ് ഷഅബാൻ മാസം. ഷഅബാൻ മാസത്തിൽ നമ്മൾ അധികമായി ചെയ്യേണ്ടത് നോമ്പുകാരായിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബറക്കത്ത് ഇറങ്ങുന്ന മാസമാണ് ഷഅബാൻ മാസം. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ നമ്മൾ എപ്പോഴും സലാം പറയുക. വീട്ടിനകത്ത് കയറി വരുമ്പോൾ ഭാര്യയെടുത്തോ ഭർത്താവിൻ്റെ മക്കളെടുത്തോ ഉമ്മടുത്തോ വാപ്പാടുത്തോ ആടുത്ത് വേണേലും നമുക്ക് സലാം പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കൊണ്ടുവരുത്തേ സലാം പറയുമ്പോൾ. ഷഅബാൻ മാസത്തിൽ കുടുംബ ബന്ധം കൂട്ടിയുറപ്പിക്കുക. നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. കുടുംബ ബന്ധങ്ങൾ വേർപ്പെടുത്തി ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരൊക്കെ കുടുംബ ബന്ധം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ഈ ഷഅബാൻ മാസത്തിൽ. ഷഅബാൻ മാസത്തിൽ തെറ്റുകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇരട്ടിയായി റബ്ബ് തിരിച്ചു തരും. അതുകൊണ്ട് ആരും തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, ഒരുപാട് നന്മകൾ അധികരിപ്പിക്കുക. ഒരു ചെറിയ നന്മയ്ക്ക് പോലും അള്ളാഹു ഇരട്ടി പ്രതിഫലം തരുന്ന മാസമാണ് ഷഅബാൻ മാസം. ഷഅബാൻ മാസം സ്വലാത്തിൻ്റെ മാസമാണെന്ന് അറിയാമല്ലോ. അറിയാവുന്ന ഒരുപാട് സ്വലാത്തില്ലേ, ആ സ്വലാത്തൊക്കെ ചൊല്ലുക, ഇഷ്ടംപോലെ ചൊല്ലുക. ഷഅബാൻ മാസത്തിൽ ഇഷ്ടംപോലെ നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ അറിയാമല്ലോ. ആ സ്വലാത്തെല്ലാം ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാ നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഷഅബാൻ മാസത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്വലാത്താണിത്. എല്ലാ നമസ്കാര ശേഷം 11 വട്ടം ഈ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ കൊണ്ടുവരിക, അത് ഹാസിലാക്കി കിട്ടാൻ, വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ ഈ സ്വലാത്ത് ഷഅബാൻ മാസത്തിൽ പതിവാക്കുക. ആ സ്വലാത്ത് ഇതാണ്: അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസുവാജിഹി വസുരിയത്തിഹി വഅഹ്ലി ബൈത്തിഹി അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹി. പുണ്യമായ സ്വലാത്താണ്. എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. ഒരുപാട് നേട്ടമുള്ള സ്വലാത്താണ്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ വേഗത്തിൽ ഉത്തരം കിട്ടുമെന്നാണ്. ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ റമളാൻ്റെ മുഖം എന്നാണ്. ഷഅബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് രോഗസന്ദർശനം. ആരെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലോ അയൽപക്കത്തോ രോഗശയ്യയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ സന്ദർശനം നടത്തുക. സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യുക. അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ദിക്റുകൾ ധാരാളം അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഈ ദിക്ർ പതിവാക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്ന ദിക്ർ അധികരിപ്പിക്കുക. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പിന്നെ സ്വലാത്ത്. ഇതെല്ലാം ഈ ഷഅബാൻ മാസത്തിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.